മുഹറം 9, 10 താസുആയിന്റെയും ആശുറായിന്റെയും നോമ്പാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞത്, മദീനയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ജൂതന്മാർ 10 മുഹറം 10 അവർ നോമ്പ് പിടിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 10 മാത്രം നാം നോമ്പനുഷ്ഠിച്ചാൽ അത് ജൂതന്മാരോട് യോജിക്കലാകും. അതുകൊണ്ട് ഞാൻ മുഹറം 9ഉം 10ഉം ചേർത്ത് നോമ്പ് പിടിക്കുകയാണ്. മുഹറം 10ആണ് നോമ്പ്, പക്ഷെ 9ഉം കൂടി വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഫളായിൽ മാത്രമല്ല 9ഉം കൂടി വന്നത് ജൂതന്മാർ ചെയ്യുന്ന ഒരു ആചാരത്തോട്, അവരുടെ അനുഷ്ഠാനത്തോട്, അവരുടെ ചിന്തകളോട് ഞാൻ ഒരിക്കലും താദാത്മ്യം പ്രാപിക്കില്ലെന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം സമൂഹം ജൂതായിസത്തിനോട് സമരസപ്പെടരുത് എന്ന് പറയാനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 കൂടി ചേർത്ത് പിടിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യവഹാരങ്ങളിൽ, വ്യാപാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ ജൂതായിസത്തോട് സമരസപ്പെടാൻ ഒരു മുസ്ലിമിന് കഴിയില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശവും കൂടിയാണ് ഹിജ്റയുടെ ഈ സന്ദേശം. ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ ഒരു നാമത്തിന്റെ പേരാണ് ഹിജ്റ. ഹിജ്റ ചെയ്യണമെങ്കിൽ അസാമാന്യമായ മനക്കരുത്ത് വേണം. ഹിജ്റയ്ക്ക് അസാമാന്യമായ ത്യാഗം വേണം. ഹിജ്റ എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും പറയുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിച്ചമർത്തലിന് വിധേയമായി അവരുടെ കാലിൽ കിടക്കുന്ന ബൂട്ട്സിനേക്കാൾ കറുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ വെടിയുണ്ടകൾ ഭയന്ന് കാടുകളിൽ അഭയം തേടിയ ഒളിവ് ജീവിതത്തിന്റെ കഥ പറയുന്ന വീരശൂര പരാക്രമികളെ നമ്മൾ കേരളത്തിൽ കാണാറുണ്ട്. അവർ നാട് വിട്ട് കാടുകളിൽ പോയി അഭയം തേടിയത് എന്തിനു വേണ്ടിയായിരുന്നു? രാജ്യത്തിന്റെ ഭരണം അവരുടെ കൈകളിൽ കിട്ടാൻ വേണ്ടിയായിരുന്നു, ഒരു മോചനം ഉണ്ടാവാൻ വേണ്ടിയായിരുന്നു. പക്ഷേ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മക്കയെ ഉപേക്ഷിച്ചത് മക്കയുടെ ഭരണത്തിന് വേണ്ടിയായിരുന്നില്ല, മുമ്പിലുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയായിരുന്നില്ല. ആരാ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു? ഒരു മാസം ഏതാണ്ട് 2500 സ്വർണ്ണ നാണയം വിറ്റു വരുമാനമുണ്ടായിരുന്ന മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ കച്ചവടക്കാരന്റെ പേരാണ് അബൂബക്കർ ഇബ്നു അബൂ ഖുഹാഫ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മക്ക മുഴുവനും പരന്നു കിടക്കുന്ന വലിയ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉടമ, ഏറ്റവും നല്ല ടേൺ ഓവർ ഉള്ള, നമ്മൾ പറയില്ലേ, പോകാൻ നേരത്തെ എന്റെ കച്ചവടം, എന്റെ വ്യവസായം, ഞാൻ ഇതേവരെ കെട്ടിപ്പൊക്കി വെച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് ഞാൻ വെടിയുക? സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന് വിശാലമായ തന്റെ സാമ്രാജ്യത്തെ വെടിയാൻ മനസ്സുണ്ടായി. ഒരിക്കലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് കൂടി വലിയ സ്വർണ്ണക്കരികളെ വെടിയാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും പലായനം ചെയ്തു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ മുൻകൂട്ടി അവരോട് ഞങ്ങൾ വരുന്നു എന്നറിയിക്കാൻ കഴിയുന്നില്ല. ഹിജ്റയുടെ ആ ഒരു ചിത്രം, ആ ഒരു ഇമാജിൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കി. പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക്, വെള്ളമില്ലാത്ത മരുഭൂമിയിൽ പരിമിതമായ ഒട്ടകങ്ങളുമായി ഒരു വലിയ സംഘം യാത്ര ചെയ്യുന്നു. അവരുടെ മുമ്പിലെ ലക്ഷ്യം അല്ലാഹുവിന്റെ സ്വർഗം മാത്രമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ പൊട്ടിക്കരയുന്ന ഭാര്യമാരുണ്ട്, നിലവിളിക്കുന്ന ഉമ്മമാരുണ്ട്. തങ്ങളുടെ സമ്പാദ്യങ്ങൾ തങ്ങളുടെ കണ്ണിനങ്ങയിൽ നിന്ന് മറയുന്നു പോകുന്നത് ആ സംഘം കാണുന്നുണ്ട്. എങ്കിലും അവർ ത്യാഗോജ്ജലമായി അതിനുവേണ്ടി തയ്യാറായി. അതിലൊരു മനുഷ്യനുണ്ടായിരുന്ന, ഒരു ചെറുപ്പക്കാരൻ. എല്ലാവരും ഹിജ്റ പോയി മദീനയിലേക്ക് പോയി. ഹിജ്റയുടെ ചരിത്രം നമുക്കറിയാം. മദീനക്കാർ അവരെ കാത്തുനിന്നു. ഇതുവരെ കാണാത്ത ഒരു ജനതയെ സ്വീകരിക്കാൻ മദീനക്കാർ കാത്തുനിന്നു. തങ്ങളുടെ അടുക്കലേക്ക് വന്നവരെ കൈകൾ നീട്ടി അവർ സ്വീകരിച്ചു. ആ സ്വീകരണം ഒരു അനിവാര്യമായ സ്വീകരണമായിരുന്നില്ല. അങ്ങകലെ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ മുകൾ ഭാഗം കാണുമ്പോൾ താല അൽ ബദറു അലൈന, മദീനയിലേക്ക് ഇതാ മാറ്റത്തിന്റെ ബദറുളി ഉദിച്ചു എന്ന് പറഞ്ഞ് രണ്ട് കൈകൾ നീട്ടി അവർ ആ സമൂഹത്തെ സ്വീകരിച്ചു. ഒരു പരസ്പര ബന്ധത്തിന്റെ, ഒരു മുസ്ലിം സമൂഹം എങ്ങനെയാവണമെന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ കെട്ടുറപ്പിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ചരിത്രം നമ്മോട് പറയുന്ന മഹത്തായ ഒരു സന്ദേശമാണ് ഹിജ്റ. ഞാൻ ഹിജ്റയുടെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഒരു സമൂഹം എന്താവണം, ഒരു മഹൽ എന്താവണം, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്താവണം? വരുന്നവനെ സ്വീകരിക്കണം, നിൽക്കുന്നവൻ വരുന്നവനെ സ്വീകരിക്കണം. നാടിന്റെ നാനാഭാഗത്ത് നിന്ന് നമ്മളിലേക്ക് വരുന്നവരെ ദേശത്തിന്റെയോ ഭാഷയുടെയോ ഭൂമിശാസ്ത്രത്തിന്റെയോ
എത്രയോ അതിരുകൾക്കപ്പുറം മാറ്റിവെക്കാതെ അവൻ മുസ്ലിമാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കലിമയിൽ അടിയുറച്ചു വിശ്വസിച്ച മുസ്ലിമാണെങ്കിൽ അവനെ തങ്ങളിലേക്ക് ചേർത്ത് പിടിച്ച് അകലങ്ങളില്ലാതെ, അസ്പർശതയില്ലാതെ, അനീതികളില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഒരു വലിയ മുസ്ലിം സമൂഹം രൂപാന്തരപ്പെടുന്നത്. ലോകത്തിലെ ഈമാനിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് മദീന. ലോകത്തിലെ ഈമാനിന്റെ ക്യാപിറ്റൽ സിറ്റിയുടെ പേരാണ് മദീന. ആ മദീന ഉണ്ടായത് മദീനക്കാരെ കൊണ്ട് മാത്രമല്ല, അൻസാറുകളെ കൊണ്ട് മാത്രമല്ല. മദീന മക്കയിൽ നിന്ന് മർദ്ദനവും താടനവും പീഡനവും സഹിക്കാൻ കഴിയാതെ പാലായനം ചെയ്തു വന്ന ഒരു മർദ്ദിത ജനതയെ രണ്ട് കൈകൾ കൊണ്ട് സ്വീകരിച്ച് ചേർത്ത് വെച്ച ഒരു ജനതയിലാണ് ഇസ്ലാമിക് കമ്മ്യൂണിറ്റി, ഒരു ഇസ്ലാമിക് സിവിലൈസേഷൻ, ഒരു നാഗരികത രൂപാന്തരപ്പെട്ടത്. ഒരു മുസ്ലിം സമൂഹം എന്താവണം? ഭാഷയുടെയോ ദേശത്തിന്റെയോ വർണ്ണത്തിന്റെയോ അവകാശവാദങ്ങളിൽ വിഭജിച്ചു നിൽക്കേണ്ടവരല്ല. അവരെല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിക്കാലുമ്പോഴാണ് ഒരു നാട് മദീനയാകുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഹിജറ. എന്നാണ് ഹിജറയുടെ സന്ദേശം. നമ്മൾ ഹിജറയെ കുറിച്ച് പറയും, മുഹറമിനെ കുറിച്ച് നമ്മൾ വാചാലമാകുന്നു, 9 നോമ്പുകളെ കുറിച്ച് നമുക്ക് പറയുന്നു. പക്ഷേ ഹിജറയുടെ പാരായണം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും നമ്മൾ തയ്യാറാണോ? നമ്മുടെ ഹൃദയം അതിന് പാകപ്പെടുന്നുവോ? നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുന്നുവോ? നമ്മുടെ കൂടെ നിൽക്കുന്നവരെ, നമ്മുടെ ഒന്നിച്ചു നിൽക്കുന്നവരെ യാതൊരുവിധ മാനദണ്ഡങ്ങളില്ലാതെ അവരെ ചേർത്ത് വെക്കണം ഹിജറ എന്ന് ഈ ഹിജറ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള വിശാലമായ ഹൃദയ വിശാലത അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്തൊരു മനുഷ്യന് നൽകുന്ന, അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്നറിയും? ഹബീബായ നബി തങ്ങളോട് പറയുന്നുണ്ട്, നബി അഅതൈനാക്കൽ കൗസർ, അങ്ങേക്ക് ഞാൻ കൗസർ തന്നില്ലേ? ഹൗദുൽ കൗസർ എന്നതിന് പല വ്യാഖ്യാനമുണ്ട്. നബിയെ, അങ്ങേ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത ധാരാളം അനുഗ്രഹം പറഞ്ഞിട്ട് പടച്ചോൻ ചോദിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, നബിയെ അലം നശ്റഹ് ലക സദ്റക്, അങ്ങയുടെ ഹൃദയത്തിന് ഞാൻ വിശാലത തന്നില്ലയോ? പടച്ചവനൊരു അടിമയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അലം നശ്റഹ് ലക സദ്റക്. ഹൃദയത്തിന് വിശാലത ഉണ്ടാവും, എന്തിനേയും സ്വീകരിക്കാൻ, എന്തിനോടും വിനയത്തോടെ കീഴ്പ്പെടാൻ ഹൃദയത്തിന് വിശാലത ഉണ്ടാവുക എന്നത് പടച്ചോന്റെ അനുഗ്രഹമാണ്. അള്ളാഹു അനുഗ്രഹം നമുക്ക് തരട്ടെ. ഇന്ന് മനുഷ്യനില്ലാതെ പോയത് അതാണ്, ഹൃദയത്തിന് വിശാലതയില്ല. ഇനി ഒരാൾക്ക് ഹൃദയത്തിന് വിശാലത കിട്ടിയില്ലെങ്കിൽ പടച്ചോനോട് ചോദിക്കണമെന്ന് കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യം ഏതാണ്? റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറത്തു ത്വാഹ. കരീമുല്ലാഹി മൂസാ നബി ഈ ഭൂമിയിൽ കാല് ചവിട്ടി നടന്ന പ്രവാചകന്മാരിൽ പവിത്രതയുടെ സ്ഥാനത്ത് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന തുരിസീന പർവ്വതത്തിൽ അല്ലാഹുവിന്റെ തജല്ലിയായ നൂറിനെ കണ്ട മൂസാ നബിയുടെ ദുആ പടച്ചവനെ, റബ്ബിശ്റഹ് ലീ സ്വദ്രി, എന്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ. മൂസാ നബിയുടെ ദുആയാണ്. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പടച്ചോനെ എന്റെ ഈ കൽബിനെ ഒന്ന് വിശാലമാക്കി തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാറുണ്ട്. റബ്ബിശ്റഹ് ലീ സ്വദ്രി, എന്റെ ഹൃദയത്തിന് വിശാലത നൽകണേ അല്ലാഹുവേ. വയസ്സിർ ലീ അംരി, എന്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. അതിന്റെ അർത്ഥം എന്താ? എപ്പ ഹൃദയത്തിന് വിശാലമാകുന്നു അപ്പോൾ കാര്യങ്ങൾ എളുപ്പവും. ഞാൻ പറയുന്നത് ഖുർആൻ. എപ്പോൾ ഹൃദയത്തിന് വിശാലത ഉണ്ടാകുന്നു അപ്പോൾ വയസ്സിർ ലീ അംരി, കാര്യങ്ങൾ എളുപ്പമാകും. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എന്റെ കെട്ടുകളെ അഴിക്കണേ റബ്ബേ. ഹൃദയത്തിന് വിശാലതയുണ്ടാകുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ എല്ലാ കെട്ടുകളും താനെ അഴിയും എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന് വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹൃദയ വിശാലതയുടെ അടയാളങ്ങളാണ് അൻസാറുകൾ.
ത്യാഗത്തിന്റെ പ്രതീകമാണ് മുഹാജിറുകൾ. ഹൃദയം വിശാലമായതിന്റെ അടയാളമാണ് മദീനയിലെ അൻസാറുകൾ. അവർ പാരായണം ചെയ്തു. ആ പാരായണത്തിന് ഹിജറ 3 കാര്യങ്ങളാണ് നമ്മോട് പറയുന്നത്. ഹിജറയുടെ സന്ദേശം ഈ വെള്ളിയാഴ്ച ഞാൻ പറയുമ്പോൾ ഖുർആനിലൂടെ ഹിജറ 3 സന്ദേശമാണ് പറയുന്നത്. ഒന്നാമത്തെ സന്ദേശം ഹൃദയ വിശാലതയുടേതാണ്, ത്യാഗത്തിൻ്റെതാണ്, കെട്ടിപ്പുണലുകളുടേതാണ്, സ്വീകാര്യതയുടേതാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ ഹിജറയ്ക്ക് മനോഹരമായ ഒരു ചരിത്രമുണ്ട്. മഹാനായ സിനാൻ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനാണ്, യുവാവാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബത്തും ഹിജറ പോയി. സിനാൻ എന്ന ചെറുപ്പക്കാരന് ഹിജറ പോകണമെന്ന് ആഗ്രഹമുണ്ട്. തന്റെ സമ്പത്തിനെ വിട്ട്, തന്റെ സ്വാതന്ത്ര്യത്തെ വിട്ട്, കുടുംബത്തെ വിട്ട് പാരായണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സിനാൻ ഒരു മുതലാളിയുടെ തോട്ടക്കാരനാണ്, ഖുറൈശിയുടെ കീഴിലാണ്. എല്ലാപ്പോഴും ഹിജറ പോകാൻ ഒട്ടകത്തിന്റെ പുറത്ത് കയറി മദീനയുടെ മക്കയുടെ അതിർത്തി വരെ വരും. മക്ക ഖുറൈശികൾ ബലമായി പിടിച്ചുകൊണ്ടുപോകും. പിറ്റേ ദിവസവും എല്ലാവരും ഉറങ്ങുന്ന നേരത്തെ ഹിജറ പോകാൻ ആ ചെറുപ്പക്കാരൻ. യുവാക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. തന്റെ മുമ്പിലൂടെ സർവ്വതും ത്യജിച്ച് ദീനിനു വേണ്ടി പോരാടിയ ഒരു ജനതയുടെ പുറകെ തരാൻ ആ ചെറുപ്പക്കാരന്റെ ഹൃദയം വെമ്പി. ആ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും മദീനയുടെ അതിർത്തി വരെ വരും. അവിടെ വരുമ്പോൾ മക്കക്കാർ അദ്ദേഹത്തെ പിടിച്ചു വലിച്ചു കെട്ടിക്കൊണ്ടുപോകും. അവസാനം ഹബീബായ നബി തങ്ങളുടെ മുഹാജിർ എന്ന പദവിയിൽ കയറാൻ സിനാൻ റളിയല്ലാഹു തആല അൻഹു നേരെ ഒരിക്കൽ മദീനയുടെ ഓരത്തെത്തി. മക്ക ഖുറൈശികൾ വന്ന് അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ പിടിച്ചു നിർത്തി. അവസാനം സിനാൻ എന്ന ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കെന്റെ ഹബീബിന്റെ കൂടെ പോണം, എനിക്കെന്റെ പ്രവാചകന്റെ കൂടെ പോണം. മഹാനായ സിനാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സിനാനെ, നീ പോയിക്കൊള്ളൂ, കുഴപ്പമില്ല. പക്ഷേ നിന്റെ സമ്പത്ത് ഇവിടെ ഉപേക്ഷിക്കണം, നിന്റെ വീട് ഇവിടെ ഉപേക്ഷിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എല്ലാം പ്രിയപ്പെട്ടതെല്ലാം ത്യജിച്ച ചരിത്രമാണ് ഹിജറ. എല്ലാം ഉപേക്ഷിച്ചു. ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ പറഞ്ഞു, സിനാൻ, നിന്റെ ഒട്ടകത്തെയും നീ ഇവിടെ ഉപേക്ഷിക്കണം. നീ ഇതെല്ലാം മക്കയിൽ നിന്ന് സമ്പാദിച്ചത്, അതെല്ലാം ഇവിടെ ഉപേക്ഷിക്കണം. സിനാൻ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, റളിയല്ലാഹു അൻഹു, ഞാൻ ഉപേക്ഷിച്ചു. ഒട്ടകത്തെയും ഉപേക്ഷിച്ച് മക്കയുടെ ഓരത്തു നിന്ന് 450 കിലോമീറ്റർ ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിലൂടെ ആ ക്ഷുഭിത യൗവനം നടന്നു. സിനാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പത്ത് വിട്ടു, ഒട്ടകത്തെ വിട്ടു. ഒട്ടകത്തെയും നീ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ നഗ്നമായ പാദങ്ങളിലൂടെ ചുട്ടുപടുത്ത മണലാരുണ്യത്തിൽ ആ ആത്മീയ ഭിക്ഷാന്തേഹി സിനാൻ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് നടന്നു. എല്ലാവരും ഒട്ടകപ്പുറത്താണ് പോയത്. ഞാൻ എന്ന് പറയുന്നത് കാൽനടയായി ഹിജറ പോയ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. മഹാനായ സിനാൻ റളിയല്ലാഹു തആല അൻഹു നടന്ന് നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീന വരെ 450 കിലോമീറ്റർ ഉണ്ട്. ബുള്ളറ്റ് ട്രെയിനിൽ പോയാൽ പോലും 4.5 മണിക്കൂർ യാത്രയുണ്ട്. ആ ബുള്ളറ്റ് ട്രെയിനിന്റെ സൈഡിലെ ആ സ്ഫടിക ജാലകങ്ങളുടെ സ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ ഹിജറ പോയ വഴി കാണാം, ഹബീബ് പോയ വഴി കാണാം. ചെങ്കുത്തായ മലകൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, അതൊന്നുമില്ലാതെ മണലാരുണ്യങ്ങൾ, ജലത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമി. നടന്ന് നടന്ന് കാലുകൾ തളർന്നു, കാലിന്റെ താഴ്ഭാഗം പൊട്ടി, ചോര ഒലിക്കാൻ തുടങ്ങി. അവസാനം പരീക്ഷണനായി മദീനയിലെത്തുമ്പോൾ മഹാനായ സിനാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങകലെ നിന്ന് നടന്ന് ഒരു ചെറുപ്പക്കാരൻ വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിനാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അകലെ നിന്ന് കണ്ടപ്പോൾ ഹബീബായ നബി തങ്ങളെ കണ്ടപ്പോൾ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ ചോര ഒലിപ്പിച്ച ആ ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ട്, വീട് വിട്ട്, വാഹനം ഉപേക്ഷിച്ച് ഒരു പുരുഷ സമ്പാദിച്ച സർവ്വവിധ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ മുഴുവനും ഉപേക്ഷിച്ച് വെറും കൈയോടെ നടന്നു വന്ന സിനാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, സിനാൻ, സിനാനെ, നിന്റെ ഇന്നത്തെ കച്ചവടം ലാഭമാണ്. നിന്റെ ഇന്നത്തെ കച്ചവടം, ഇതുവരെ ചെയ്ത കച്ചവടത്തിലെ ഏറ്റവും വലിയ ലാഭകരമായ കച്ചവടം എന്നാണ് സിനാൻ. സിനാൻ റളിയല്ലാഹു തആല ഗദ്ഗതത്തോടെ ചോദിക്കുന്നു, നബിയെ, ഒരു പുരുഷായുസ് കൊണ്ടുണ്ടാക്കിയതെല്ലാം നഷ്ടം വന്ന് സർവ്വതും നഷ്ടപ്പെട്ട് വെറും കൈയോടെ വന്ന് എനിക്ക് എന്ത് ലാഭമാണ് നബിയെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടി. ആകാശ ലോകത്ത് നിന്ന് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നു.
അപ്പോഴാണ് വിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് അവതരിച്ചത്. ഓരോ ആയത്ത് ഓതുമ്പോഴും അതിന്റെ പുറകിൽ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. സിനാനെ സർവ്വതും ജീവിതത്തിൽ കിട്ടിയതെല്ലാം ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീ പലായനം ചെയ്തപ്പോ ഈ ഭൂമിയിലെ എല്ലാം നിനക്ക് നഷ്ടപ്പെട്ട നേരം, കാലുകൾ തളർന്ന നേരം, കണ്ണുകൾ കഥനകഥ പറഞ്ഞ നേരം, കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊലിച്ച നേരം, എല്ലാം നഷ്ടപ്പെട്ട സിനാനെ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. വമിനന്നാസി ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. അവരാരെന്നറിയുമോ? മയ്യശ്രീ, അവർ വിലക്ക് വാങ്ങും, നഫ്സഹു അവരുടെ ശരീരത്തെ വിറ്റിട്ട്, ഇബ്തിഗാഅ മർളാത്തില്ലാഹ് ഏകനായ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച്, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് സ്വന്തം ശരീരത്തെ കച്ചവടം ചെയ്ത ആളുകൾ, വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അങ്ങനെയുള്ള അടിമകളോട് ഉടമസ്ഥനായ റബ്ബിന് വലിയ കൃപയാണ് സിനാൻ. ഇത് നിനക്ക് വേണ്ടി ഇറങ്ങിയ ആയത്താണ് സിനാൻ. അല്ലാഹു നിന്നോട് കരുണയുള്ളവനാണ് സിനാൻ. പടച്ചവൻ നിന്നോട് റഊഫാണ് സിനാൻ. ഹബീബിന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്ത് സിനാൻ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, നബിയേ റബിഹ തിജാറത്തി, എന്റെ കച്ചവടം ഇതിനേക്കാൾ വലിയ ലാഭമുള്ള കച്ചവടം ഞാൻ ചെയ്തിട്ടില്ല നബിയേ. സൂറത്തുൽ ബഖറയുടെ സൂറത്തുൽ ബഖറയുടെ ആയത്തിറങ്ങുന്നത് ഒരു ചെറുപ്പക്കാരൻ ഹിജറ ചെയ്യുമ്പോഴാണ്, കാൽനടയായിട്ട്. ഇതാണ് ഹിജറ. ആധുനിക ലോകത്തിന്റെ ക്രമമനുസരിച്ച് അയാളുടെ ബാങ്ക് ബാലൻസിൽ ഒന്നുമില്ല. പക്ഷെ പടച്ചവന്റെ മുമ്പിൽ ഏറ്റവും ലാഭകരമായ കച്ചവടം ചെയ്ത ഒരു കച്ചവടക്കാരന്റെ കഥയാണ് ഹിജറ, പലായനത്തിന്റെ കഥ. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി തന്റെ നഫ്സിനെ ത്യജിക്കാൻ കഴിഞ്ഞവൻ, അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മോഹങ്ങൾക്കൊക്കെ അപ്പുറം, നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറം, നമ്മുടെ അഭിലാഷങ്ങൾക്കപ്പുറം ഏറ്റവും വലുത്, ഏറ്റവും വലുത്, ലോകത്തിലെ ഏറ്റവും വലുതാണ്, ലോകത്തിലെ ഏറ്റവും വലുതാണ്, ഏറ്റവും വലുത് പിസയിലെ ചരിഞ്ഞ ഗോപുരമല്ല, കെട്ടിത്തൂക്കിയ പൂന്തോട്ടമല്ല, ഫ്ലോറിഡയിലെ വെള്ളച്ചാട്ടമല്ല, താജ്മഹലിന്റെ മനോഹാരിതയല്ല, ഉയർന്നു നിൽക്കുന്ന ചെങ്കോട്ടയുമല്ല. ഏറ്റവും വലുത് വരിളുവാനും മിനല്ലാഹി അക്ബർ. ഖുർആൻ സൂറത്തു സഫ്. വരിളുവാനും മിനല്ലാഹി അക്ബർ, പടച്ചോന്റെ തൃപ്തിയാണ് അക്ബർ, ലോകത്തെ ഏറ്റവും വലുത്. അതിനേക്കാൾ വലുതൊന്നുമില്ലെന്നൊരു അടിമയോട് പറയുകയാണ് ഹിജറ. അല്ലാഹു എല്ലാത്തിലും വലുതായി പടച്ചവന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന മുത്തഖീകളിൽ നമ്മളെ പെടുത്തട്ടെ. രണ്ടാമത്തെ സന്ദേശം, ഹിജറയുടെ രണ്ടാമത്തെ സന്ദേശം, ആ സന്ദേശം ശത്രുവിൽ നിന്ന് നാം മാറി നിൽക്കലാണ്. രണ്ടാമത്തെ സന്ദേശം ശത്രുവിൽ നിന്ന് നമ്മൾ മാറി നിൽക്കലാണ്. നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശത്രുവിൽ നിന്ന് മാറി നിൽക്കുക.